ശ്രീ ഐ ഡി തോമസ്. സാർ, കർഷകരുടെ ജീവിതം അതീവ ഗുരുതര പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദനക്കുറവുമെല്ലാം നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി സാർ. അതിനിടെ സ്വകാര്യ മില്ലുകളുടെ ചൂഷണം നെൽകർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നെല്ല് സംഭരണത്തിലെ കിഴിവ് എന്നത് മില്ലുകാർ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കൊള്ളയാണ്. സാർ, ഒരു കിൻഡൽ നെല്ല് സംസ്കരിച്ചാൽ 68 കിലോഗ്രാം കിട്ടണമെന്ന കേന്ദ്ര നിയമം നിലവിൽ കാലാവസ്ഥയുടെ പേര് പറഞ്ഞ് 3 മുതൽ 15 കിലോഗ്രാം വരെ കിഴിവാണ് മില്ലുകാർ ചോദിക്കുന്നത്. സാർ, കഴിഞ്ഞ വർഷങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയ മില്ലുകാരെ തന്നെ വീണ്ടും സംഭരണത്തിന് ഏൽപ്പിക്കുന്ന രീതിയാണ് തുടർന്നു വരുന്നത്. സാർ, എൻ്റെ ചോദ്യം, നെല്ല് സംഭരണത്തിന് സ്വകാര്യ മില്ലുകളെ മാത്രം ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിച്ച് സപ്ലൈകോ വഴി ആധുനിക സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കുമോ? സാർ, അതോടൊപ്പം കരാർ ലംഘിക്കുന്ന മില്ലുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കുമോ? സാർ, ഈ കിഴിവിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് വളരെ നാളുകളായി നിലനിൽക്കുന്ന ഒന്നാണ്. 68% കേന്ദ്ര മാനദണ്ഡ പ്രകാരം ലഭ്യമാക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് അത് 64%, 66%-മായി പുനർനിർണ്ണയിക്കപ്പെട്ടിരുന്നു. പിന്നീട് അത് കോടതി വ്യവഹാരങ്ങളിലേക്ക് പോയി. പക്ഷെ ഇപ്പോൾ നിലവിൽ 68% എന്ന നിലയിൽ തന്നെയാണ് അതിപ്പോൾ നിലനിൽക്കുന്നത്. 68% OTR. ഇതിൻ്റെ അകത്ത് ഔട്ട് ഓൺ റേഷ്യോ. സർ, ഇതിൻ്റെ അകത്ത് അദ്ദേഹം ചോദിച്ച സ്വകാര്യ മില്ലുകൾ സമയബന്ധിതമായി തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കാത്ത മില്ലുകളെ പ്രത്യേക പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. മില്ലുകൾ സപ്ലൈകോയുടെ കേന്ദ്രീകൃതമായ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന സാധ്യത പരിശോധിക്കുന്നതാണ്. കാരണം അങ്ങനെയുള്ള മില്ലുകൾ സപ്ലൈകോ കേന്ദ്രീകരിച്ച് ആരംഭിച്ചാൽ അത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒന്നായിരിക്കും. അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, നെല്ല് സംഭരണത്തിനായി കർഷകർക്ക് PRS വായ്പകൾ തടസ്സമില്ലാതെ നൽകുന്നതിനായി റിവോൾവിംഗ് ഫണ്ട് രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സാർ, ഉണ്ടെങ്കിൽ ഈ തുക എങ്ങനെ കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ. സർ, ഈ റിവോൾവിംഗ് ഫണ്ടിൻ്റെ സാഹചര്യങ്ങൾ നേരത്തെ ഞങ്ങൾ ആദ്യം ഗവൺമെൻറ് ചുമതലയേറ്റതിന് ശേഷം നടത്തിയ മീറ്റിങ്ങിൽ ആ വിഷയം ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരു പദ്ധതി മുമ്പോട്ട് വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സപ്ലൈകോയിൽ നിന്ന് തന്നെ. അതിനെ സംബന്ധിച്ചുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് പരിഗണിക്കും. PRS വായ്പയുടെ തിരിച്ചടവിന് കാലതാമസം ഉണ്ടാകുമ്പോൾ അത് കർഷകരുടെ ബാധ്യതയായി കടന്നു വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നുണ്ട്.